എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിനു മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അമീബിക് മസ്തിഷ്ക ജ്വരം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ശുദ്ധജല ലഭ്യത വരുത്തേണ്ട ആവശ്യം അത് എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശുദ്ധജലത്തിനെ ആശ്രയിക്കുന്നത് കിണറുകളെയാണ്. അപ്പോൾ ആ കിണറുകളുടെ പുറവും അകവും അതിനകത്തുള്ള ജലവും എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യമായി ഒരു കിണറിൻ്റെ പുറം ഭാഗം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നതിനെ പറ്റി പറയാം. അപ്പോൾ അതിന് ഞാൻ എൻ്റെ തന്നെ വീട്ടിലെ കിണറാണ് പുറം ഭാഗം എങ്ങനെ പരിപാലിക്കേണ്ടത് എന്നതിനെ പറ്റി പറയുന്നത്. അതായത് ഒരു കിണർ നിർമ്മിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു കിണറിന് ചുറ്റുമതിൽ, അതായത് കൈവരി ഉണ്ടായിരിക്കണം. അത് ഓരോ സ്ഥലത്തിൻ്റെയും ഭൂപ്രകൃതി അനുസരിച്ചാണ് ഈ കൈവരിയുടെ പൊക്കം തീരുമാനിക്കേണ്ടത്. അതായത് കുന്നും പ്രദേശത്തുള്ള കിണറുകളാണെങ്കിൽ അതിന് ഒരു മിനിമം കൈവരി, അതായത് ചുറ്റുമതിൽ ഉണ്ടായിരുന്നാൽ മതി. ഈ ചുറ്റുമതിലെന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇത്രയും ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഈ താഴെ മുതൽ മുകൾ വരെയുള്ള ആ ഭാഗമാണ് ചുറ്റുമതിൽ. ഇപ്പോൾ ഇത് അല്പം പൊക്കം കൂടിയ ഒരു സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. അതുകൊണ്ട് ഇതിന് ഏകദേശം 1 മീറ്റർ നീളമാണ് കൈവരിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ തീരദേശത്തൊക്കെയുള്ള പ്രദേശത്തൊക്കെയുള്ള വീടുകളിൽ നിർമ്മിക്കുന്ന കിണറുകളാണെങ്കിൽ അതിന് ഈ ഹൈറ്റ് അല്പം കൂടി പൊക്കി കിട്ടേണ്ടി വരും. അത് ഈ കിണർ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതെന്തിനാണെന്ന് വെച്ചാൽ അറിയാമല്ലോ, മഴ പെയ്യുമ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും നദി കരകവിഞ്ഞൊഴുകുമ്പോഴൊക്കെ മലിനമാക്കപ്പെട്ട ജലം കിണറ്റിനകത്തോട്ട് ഒഴുകി ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ചുറ്റുമതിലിൻ്റെ ഹൈറ്റ്, അതായത് ഭൂപ്രകൃതി അനുസരിച്ച് നിശ്ചയിക്കണമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കിണർ തന്നെ കാണിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടല്ലോ, പിന്നെ ഈ താമര ഇതൾ പോലെ ഇരിക്കുന്നതിൻ്റെ അടിഭാഗം കെട്ടിയിരിക്കുന്നത്. അതായത് കിണറിൻ്റെ ചുവട് ഭാഗം സിമൻറ്റും മണലും ഉപയോഗിച്ചൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ കിണറിൻ്റെ ചുവട് ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയാണ്. കെട്ടി നിൽക്കാതിരിക്കുന്നതിനും ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലോപ്പും കൂടെ ഇടണം. അപ്പോൾ ഈ മലിനജലമൊക്കെ വന്ന് ഒഴുകി കിണറിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ അവിടെ തന്നെ ഉറഞ്ഞ് താഴെ കിണറിനകത്തോട്ട് പോകാതിരിക്കുന്നതിന്, ഊറ്റായിട്ട് പോയി വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കിണറ്റിനകത്തുനിന്ന് വെള്ളം എടുക്കുന്നത് തൊട്ടിയും കയറും ഉപയോഗിച്ചാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ ഒരു തൊട്ടിയും കയറും തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ മോട്ടർ വെച്ചാണെങ്കിൽ അതിൽ പ്രശ്നമില്ലല്ലോ, മോട്ടർ വെച്ചാണല്ലോ നമ്മൾ എടുക്കുന്നത്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കിണറ്റിൻ്റെ ചുവട്ടിൽ നിന്ന് 15 മീറ്റർ അകലെയായിരിക്കണം കന്നുകാലി തൊഴുത്ത്, ചാണകക്കുഴി, കക്കൂസ് ഇവയൊക്കെ നിർമ്മിക്കാൻ. ഇപ്പോൾ അത് സ്ഥലപരിമിതി കാരണം 7.5 മീറ്ററായിട്ടൊക്കെ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. പണ്ടിത് 15 മീറ്റർ അകലത്തിലായിരുന്നു ചെയ്തിരുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കിണറ്റിൻ്റെ ചുവട്ടിൽ നിന്ന് കുളിക്കാനോ തുണി നനയ്ക്കാനോ കന്നുകാലികളെ കുളിപ്പിക്കാനോ പെറ്റ്സിനെ കുളിപ്പിക്കാനോ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് കിണറിനെ കൺസ്ട്രക്ഷനുമായിട്ട്, നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ നമ്മൾ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, 5 പ്രധാന കാര്യങ്ങൾ. ഇനി ഇതുകൂടാതെ കിണറിൻ്റെ പരിസരത്ത് വൃക്ഷങ്ങൾ വല്ലതും നിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടിക്കളയാൻ ശ്രദ്ധിക്കണം. കാരണം അതിൽ നിന്നൊക്കെ ഇല വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ രാത്രികാലങ്ങളിലോ അല്ലാതെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പട്ടിയോ പൂച്ചയോ മറ്റ് ജന്തുക്കളോ കിണറിനെ ക്രോസ് ചെയ്ത് ഓടുകയോ എടുത്ത് ചാടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കിണറ്റിനകത്ത് വീണ്
ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കിണറിൻ്റെ ഒരു മൂടി ഉണ്ടാക്കിയിടുക. അത് ഞാൻ തന്നെ ഇതിൽ ചെയ്തിരിക്കുന്ന കാണാമല്ലോ, അതേപോലെ ഒരു കമ്പി ഉപയോഗിച്ച് ഒരു മൂടി അടിച്ചിടുകയും അതിനകത്ത് ഒരു നെറ്റ് നമുക്ക് ഇടുകയും ചെയ്താൽ ഇലയൊക്കെ വീഴണമെങ്കിൽ ആ നെറ്റ് എടുത്ത് കുടഞ്ഞു കളയുമ്പോഴത്തേക്ക് നമുക്കത് വൃത്തിയാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ജന്തുക്കളൊക്കെ എടുത്ത് ചാടാതിരിക്കാനും ഇതൊരു പ്രതിരോധമായിട്ട് ഈ കിണറിൻ്റെ മൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ കിണറിൻ്റെ അകമാണ് ഇനി ശുദ്ധീകരിക്കുന്നതിൻ്റെ. ഇനി കിണറിൻ്റെ ഉൾവശം എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്ന് നോക്കാം. കിണറിൻ്റെ ഉൾവശം വൃത്തിയാക്കുന്നത് വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഹെൽത്തി വേ. അതായത് മഴക്കാലം കഴിഞ്ഞും വേനൽക്കാലം തുടങ്ങും മുമ്പേ. മഴക്കാലം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ജൂൺ ജൂലൈ മഴയിൽ ചെളിയും ഇലയും ഒക്കെ വീണ് വെള്ളം മലിനമാകും. സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ ഒന്ന് കഴുകുന്നത് നല്ലതാണ്. ഇത് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴ പെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ കിണറിനെ സൂക്ഷിച്ചാലും ഇലയൊക്കെ വീണ് ചെളിയൊക്കെ വീണ് കിണറിൻ്റെ അടിയും പിന്നെ നല്ല ഈർപ്പമുള്ളത് കൊണ്ട് കിണറ്റിനകത്ത് ചുറ്റും കുറ്റിച്ചെടികളൊക്കെ വളർന്ന് വൃത്തികേടായി നിൽക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശാന്തമായി, മഴയൊക്കെ ശാന്തമായി സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോൾ കിണറൊന്ന് ഇറക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ മഴയെല്ലാം കഴിഞ്ഞിട്ട് വേനൽക്കാലം വരുമല്ലോ. അതായത് ഫെബ്രുവരി മാർച്ച് വെള്ളം കുറയുന്ന സമയത്ത് ഈ കിണറിൻ്റെ അകവശം നോക്കിയാൽ എങ്ങനെയായിരിക്കും, ചെളിയും പായലും അടിയിൽ കിടക്കും. അത് നീക്കിയാൽ വേനലിൽ വെള്ളം കൂടുതൽ കിട്ടുകയും ദുർഗന്ധം വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ വേനൽക്കാലത്ത് വേനൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും മഴക്കാലമാണെങ്കിൽ മഴക്കാലം കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴും ഇതാണ് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കിണർ ഇറക്കുക അല്ലെങ്കിൽ തേകുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ കിണറുകൾ പോലും ഇത് ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് കിണറിൻ്റെ അകം ഭാഗം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഈ കിണറിൻ്റെ അകം നമ്മൾ ഇറക്കുമ്പോൾ പൂർണ്ണമായും വെള്ളം കോരിക്കളയണം. ശേഷം ചുമരിലിരിക്കുമല്ലോ, കിണറിൻ്റെ ചുമരിലിരിക്കുന്ന പായലും ചെളിയും ബ്രഷ് കൊണ്ട് ഉരച്ച് കഴുകി ക്ലീൻ ആക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെ കിണറ്റിലെ വെള്ളം കുടിവെള്ളം അല്ലാതെ ഉപയോഗിക്കുന്ന കിണറുകളൊക്കെ 1-2 കിണറുകളുള്ള വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറാണെങ്കിൽ ആ കിണറ്റിലെ വെള്ളം ക്ലീൻ ചെയ്ത ശേഷം വെള്ളം കഴിയുമ്പോൾ ക്ലോറിനേഷൻ നടത്തണം. ഇനി ഇറക്കുമ്പോൾ നമ്മൾ ഒരു സുരക്ഷയുണ്ട്. ഇറക്കാൻ വരുന്നവർ ഒരാളായിട്ട് കിണർ ഇറക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ നിർത്തരുത്. മിനിമം 3 പേരെങ്കിലും വേണം. ഒരാൾ കിണറ്റിനകത്തിറങ്ങുമ്പോൾ 2 പേര് കിണറ്റിൻ്റെ കരയിൽ നിൽക്കണം. പിന്നെ വിഷവാതകം വല്ലതും കിണറ്റിനകത്തുണ്ടോ എന്നറിയാൻ പണ്ടൊക്കെ തീപ്പെട്ടിയൊക്കെ ഉരച്ചിടും. ഇപ്പം മെഴുകുതിരി കത്തിച്ച് പിടിച്ചൊക്കെ ഇറക്കും. ഇപ്പം ചില ലേറ്റസ്റ്റായിട്ട് ഫാനൊക്കെ വെച്ച് കറക്കി ഓക്സിജനൊക്കെ കിണറ്റിനകത്ത് ആവശ്യത്തിനൊക്കെ ഇട്ടിട്ടാണ്. നല്ല ആഴമുള്ള കിണറ്റിനൊക്കെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് സുരക്ഷയും കൂടെ നോക്കിയിട്ടായിരിക്കണം കിണർ ഇറക്കേണ്ടത്. ഇതാണ് കിണറിൻ്റെ ഉൾവശം. ഇനി അടുത്ത് കിണറിനകത്തുള്ള ജലം ക്ലോറിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. കിണറിനകത്ത് വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്നത് ഒരു ഫോർമുല ഉപയോഗിച്ചാണ്. πD²H/4 × 1000 എന്നാണ്. അത് വ്യക്തമായിട്ട് ഞാൻ ഈ യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലോറിനേഷനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ കണ്ടു. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയും അതിൻ്റെ ഡെമോൺസ്ട്രേഷനും കൂടെ കാണിക്കാം. അതായത് നോർമൽ ക്ലോറിനേഷനും സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്ന 2 രീതിക്കുള്ള ക്ലോറിനേഷൻ ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാനും ഒരു കിണറിൻ്റെ അകവും പുറവും അകത്തെ ജലവും എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്ന വീഡിയോ ആണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ക്ലോറിനേഷൻ 3ാമത്തെ പാർട്ടായ വെൽ ക്ലോറിനേഷൻ എത്തിയപ്പോൾ
ലെങ്ത് വളരെ കൂടിപ്പോയി. അതുകൊണ്ട് 3 പാർട്ടും ചെയ്തതിൽ ഞാൻ ക്ലോറിനേഷൻ്റെ പാർട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോയതുകൊണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എങ്കിലേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുള്ളൂ. നന്ദി, നമസ്കാരം.